ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് വിപരീതമായി സംഭവിക്കുന്നു? പലപ്പോഴും പലരും പറയാറുള്ളതായിട്ടൊരു പരാതിയാണ്, ഞാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നതും പറയുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും ഒക്കെ ശരിയാണ്, എന്നിട്ടും റിസൾട്ട് എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത്. 2 കപ്പ് മെത്തേഡ് ചെയ്തു, റിസൾട്ട് ഓപ്പോസിറ്റ് വന്നു. 24 hours മാനിഫെസ്റ്റേഷൻ ചെയ്തു, റിസൾട്ട് ഓപ്പോസിറ്റ് വന്നു. ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെ അടിയിൽ വായിച്ചാൽ നിങ്ങൾക്ക് പലരുടെയും കമൻസ് ഇത്തരത്തിലും നിങ്ങൾക്ക് വായിക്കാനായിട്ട് കിട്ടും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇന്ന് അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാലും പോവുകയാണ്. ഒരു കാര്യം പലപ്പോഴും പലരും ചെയ്യാറുള്ളത്, എന്നോട് ഒരാൾ കമൻറ്റിൽ പറഞ്ഞ ലൈൻസാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഞാൻ തുടങ്ങിയത് പൂർണ്ണ വിശ്വാസത്തോടെയാണ്, ചെയ്തത് 100% സമർപ്പണത്തോടെയാണ്, 5 ദിവസം ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്തു, ഇന്ന് 5 ദിവസമായി ഞാൻ വീണ്ടും കാത്തിരിക്കുന്നു, ഇതുവരെ ഒരു ഫലവും കിട്ടിയില്ല, ഞാൻ നിരാശനാണ്. എവിടെയാണ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? കാരണം ഒരു കാര്യം നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ട് നിങ്ങൾ കണ്ടു നോക്കണം, എങ്ങനെയാണ് വിഷൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും അതിൽ അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് എങ്ങനെ നമ്മളതിൽ പരിശ്രമിക്കണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് ആധാരം ഒരിക്കലും സ്ഥൂലമായിരിക്കുന്ന നേട്ടങ്ങളാകരുത്. സ്ഥൂലമായിരിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ സന്തോഷത്തിന് കിട്ടില്ലേ, ഘടകമല്ലേ? തീർച്ചയായിട്ടുമാണ്. പക്ഷേ അത് നേടിയിട്ട് സന്തോഷിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് ഒരിക്കലും നേടാനാവില്ല. കാരണം ഹാപ്പി ആയിട്ടുള്ള ആളടുത്തേക്ക് മാത്രമേ, സന്തോഷമായിരിക്കുന്ന ആളുമായിട്ട് കൂട്ടുകൂടാനേ ആർക്കും ഇഷ്ടമുണ്ടാവുള്ളൂ. ഈ പഞ്ചതത്വങ്ങൾക്കും പ്രപഞ്ചത്തിനും അതേ ഇഷ്ടമുള്ളൂ, സന്തോഷമായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാനാണ്. കാരണം സന്തോഷം, ഹാപ്പിനെസ് അത് പുറമെ നിന്നുള്ളതല്ല, അത് നമ്മുടെ അന്തരാത്മാവിൻ്റെ ഉള്ളിലെ കോർ വാല്യൂ ആണ്, അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് അത് വന്നിട്ട് ഞാൻ ഹാപ്പിയാകും എന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളടുത്ത് എത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പരിശ്രമം നിരന്തരമായി ചെയ്തോളൂ. ചിലർ ചോദിക്കും, ഞാൻ ദിവസത്തിൽ 1 മണിക്കൂർ ഒരു പ്രാവശ്യം കാണുന്നു, എപ്പോഴും അത് പറയുന്നുണ്ടായിരുന്നു, എന്നിട്ടും നടന്നിട്ടില്ല. ഇവിടെയാണ് നിരാശ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അധികം ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു, റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചോളൂ ചെയ്യുന്നതിന്, ഒരു കുഴപ്പമില്ല. എന്നാലും ഡിപ്രസ്ഡ് ആവരുത്, നിരാശരായി പോകരുത്. നിങ്ങൾക്ക് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ആ കാര്യത്തിനോട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും അറ്റാച്ച്ഡായിട്ട് മുന്നോട്ട് പോയാൽ അത് വിചാരിച്ച ദിവസം നടക്കാതെ കഴിയുമ്പോൾ നിങ്ങൾ നിരാശരായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്, ബെസ്റ്റ് ഐഡിയ ദിവസത്തിൽ 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ അല്ലെങ്കിൽ 10 പ്രാവശ്യമോ 1 മണിക്കൂർ ഒരു പ്രാവശ്യമോ അങ്ങനെ അതിനെ ഒന്ന് നിശ്ചയിച്ച് വെച്ചേക്കുക. യെസ്, ഇതിനു വേണ്ടി ഞാൻ ഈ സമയം ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള സമയങ്ങൾ മറ്റെന്തെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റീനെ പവർഫുള്ളാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും അഫർമേഷൻസിനെ സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു തോട്ട്സ് ക്രിയേറ്റ് ചെയ്യും. ആ എനർജിയിൽ നിങ്ങളുടെ എനർജി ബൂസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ശക്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് തോട്ട് വേണോ ആ ടൈപ്പ് തോട്ട് ക്രിയേറ്റ് ചെയ്യൂ, അതിനുവേണ്ടി പഠിക്കൂ, അതിനുവേണ്ടി സമയം കണ്ടെത്തൂ. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയം കൃത്യമായി ചെയ്താൽ പോലും റിസൾട്ട് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പോസിറ്റീവായിരിക്കുന്ന തോട്ട്സിൻ്റെ പവർ മറ്റൊരു നെഗറ്റീവായിരിക്കുന്ന വൈബ്രേഷനെ നമ്മളിന്ന് ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് എപ്പോഴും അത് തന്നെ ഓർത്ത് അത് കിട്ടിയില്ലല്ലോ എന്ന് ഡിപ്രസ്ഡ് ആവരുത്, നിരാശയാവരുത്. കണ്ടിന്യൂ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം അഥവാ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ അതിന് പിന്നാലെ പോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മൂഡ് ഓഫ് വരുമെങ്കിൽ നിങ്ങൾ ടൈം കുറയ്ക്കുക. അതേസമയം നമ്മളെ പവർഫുള്ളാക്കി മാറ്റുന്ന ഞാൻ ഓർമ്മിക്കും, ഒരു പ്രാവശ്യം ഒരു എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, 5 ദിവസം അവർ ചെയ്തു, പക്ഷേ എനിക്കൊന്ന് കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, ആ കാര്യം എനിക്ക് വേണ്ടെന്ന് ഞങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ ചെയ്യേ വേണ്ട, ഒരു 4 ദിവസം ബ്രേക്ക് എടുക്ക്, ആ കാര്യം അങ്ങ് മറന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചും പഠിച്ചും ആസ്വദിച്ച് നടക്ക്, എന്നിട്ട് നിങ്ങളുടെ മനോനില നോർമലാക്കിയിട്ട് അത് കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമില്ല. എന്നിരുന്നാൽ പോലും ആ 4 ദിവസം നിങ്ങൾ ഡിപ്രസ്ഡ് ആയിക്കൊണ്ട് അത് നടന്നില്ല എന്ന് വിഷമിച്ചിരിക്കാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തേക്കരുത്. ടൈം ഫിക്സ് ചെയ്യുക, രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ 4 നേരമോ അല്ലെങ്കിൽ 5 നേരമോ
നിങ്ങൾക്കാവുന്നത്ര സമയം അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് നമ്മളെ സ്വയം എംപവർ ചെയ്യാനുള്ളതായിട്ടുള്ള തോട്ട്സ്, മെഡിറ്റേഷൻ, സ്റ്റഡി, ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ ബിസിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഭാഗത്ത് അത് കിട്ടിയേ പറ്റുന്നതായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് എനിക്കതില്ലാതാവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇല്ലായ്മ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കില്ല, നെഗറ്റീവ് എനർജി ആയിരിക്കും. ആഗ്രഹമാവാം, പക്ഷേ അതിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ദുഃഖമായിട്ട് മാറും. അതുകൊണ്ട് കാര്യം ഈ ജീവിതത്തിൽ എന്ത് നല്ലത് നടക്കണോ ഒരു കാര്യം ഉറപ്പിച്ചോളൂ. നിങ്ങൾ ശരിയായ പാതയിലാണെങ്കിൽ, ധർമ്മത്തിൻ്റെ ആധാരത്തിലാണെങ്കിൽ, നിങ്ങൾ ഈശ്വരൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടി സത്കർമ്മങ്ങൾ ആധാരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, എന്തൊക്കെ മുജ്ജന്മത്തിലെ കർമ്മഫലം കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സദാ മോശമായതൊന്നും സംഭവിക്കില്ല. അത് ഈശ്വരൻ നമുക്ക് തരുന്ന ഉറപ്പാണ്. ഭഗവാന്റെ കൈ പിടിച്ച് ജീവിക്കുന്നെങ്കിൽ, ഈശ്വരൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, എന്ത് തന്നെ മരണം വരേണ്ടി വന്നാലും ഒരു പക്ഷേ ഒരു ആക്സിഡൻ്റായി കടന്നു പോയിരിക്കും, പക്ഷേ മരണം നിങ്ങളെ കൊണ്ടുപോവില്ല. അനുഭവത്തിൻ്റെ ആധാരത്തിലാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അതുകൊണ്ട് വിഷമിക്കാതെ, എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴേക്കും ഡൗൺ ആവാതെ, ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതുവരെ കൂടുതൽ ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരു മനുഷ്യന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ, മനസ്സ് വറീഡാവുകയാണ്. ഞാൻ 10 പ്രാവശ്യം ചെയ്യുന്നുണ്ട്, 15 പ്രാവശ്യം ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടിയേ പറ്റൂ, അതില്ലെങ്കിൽ എനിക്ക് ആവില്ല, അവരില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ആ കാര്യം നേടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തോ ആയിപ്പോവും, അങ്ങനെ ആയിപ്പോവും എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ ഇല്ലായ്മേനെയാണ് ഫീൽ ചെയ്യുന്നത്. അതിന് നിങ്ങൾ കാണുന്നുണ്ട് മനോചിത്രമൊക്കെ നമുക്ക് കിട്ടിയത്, പക്ഷേ നിങ്ങളുടെ ഫീലിംഗ് പാർട്ട് അതിൻ്റെ മിസ്സിങ് ആണ്. മിസ്സിങ്ങിലെ ഫീലിംഗ് പാർട്ടുള്ളവർക്ക് മിസ്സിങ്ങിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പോസിറ്റ് റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരമമായ സത്യത്തെ ഉൾക്കൊള്ളൂ. എല്ലാ ജീവാത്മാക്കൾക്കും നമ്മുടെ ഏറ്റവും മംഗളം ചെയ്യുന്ന പരമാത്മാവിൻ്റെ സാമീപ്യം അനുഭവിക്കാവുന്ന സമയമാണിത്. ആ ഒരു മെത്തേഡ് സ്വന്തമാക്കി എൻ്റെ മംഗളം എന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന ഭഗവാൻ എനിക്ക് നല്ലതേ ചെയ്യൂ എന്നുള്ളതായിരിക്കുന്ന ദൃഢവിശ്വാസത്തോടു കൂടി തൻ്റെ നിരന്തര പരിശ്രമത്തിന് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് വരേണ്ട ഡ്രീം അത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം. നമ്മളിലേക്ക് നമ്മുടെ ഡ്രീമിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം. ഒരു വീഡിയോ മുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാകുന്നെങ്കിൽ ആ ലക്ഷ്യം കിട്ടാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന അമിതമായിരിക്കുന്ന നമ്മുടെ ആഗ്രഹം അതിൻ്റെ മിസ്സിങ് ഫീൽ ചെയ്യിക്കുമ്പോൾ ആ എനർജിയാണ് ഓപ്പോസിറ്റ് റിസൾട്ട് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ ടെൻഷനുള്ളൊരു കാര്യമാണെങ്കിൽ അത് ടൈമിന് മാത്രം വിഷ്വലൈസ് ചെയ്യുക. ബാക്കി സമയത്ത് നല്ല കാര്യങ്ങൾ വായിക്കുക, പഠിക്കുക, അതിനെ ഓർമ്മിക്കുക, സെൽഫ് എംപവർമെൻറ്റിന് വേണ്ടി ടൈം കണ്ടെത്തുക. എന്നാൽ ഒരിക്കലും ഓപ്പോസിറ്റായിട്ട് റിസൾട്ട് ഉണ്ടാവില്ല. എന്തെങ്കിലും കർമ്മം കൊണ്ട്, ഏതെങ്കിലും നെഗറ്റീവ് അക്കൗണ്ട് കൊണ്ട് കുറച്ച് വൈകി വന്നാലും തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും. അതുകൊണ്ട് വിശ്വാസം വിടാതെ, പൂർണ്ണമായിരിക്കുന്ന വിശ്വാസത്തോടെ, പരിശ്രമം ഒഴിവാക്കാതെ മുന്നേറൂ. വിജയം നേടാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.